ന്യൂസിലാൻഡിൽ റോക്ക് ഫിഷിംഗിനിടെ കാണാതായ 2 മലയാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഫാങ്കരയിൽ ബുധനാഴ്ച രാത്രിയാണ് 2 പേരെ ഫിഷിംഗിനിടെ കാണാതായത്. മൂവാറ്റുപുഴ സ്വദേശി ഫൈസൽ ബാബു, ആലപ്പുഴ സ്വദേശി ശരത് കുമാർ എന്നിവരെയാണ് കാണാതായത്. മരിച്ച ശരത്തിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. ഫൈസലിനായുള്ള തെരച്ചിൽ തുടരുന്നു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് ഇരുവരും റോക്ക് ഫിഷിംഗിനായി പോയത്. ഏറെ വൈകിയും ഇവർ തിരികെ എത്താത്തതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അവസാനമായി ഇരുവരും കുടുംബവുമായി ബന്ധപ്പെട്ടത് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്കാണ്. സെൻട്രൽ ഫാങ്കരയിലേക്ക് ഇരുവരും കുടുംബസമേതം അടുത്തിടെയാണ് താമസം മാറുന്നത്. പരാതി ലഭിച്ചയുടൻ നോർത്ത്ലാൻഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. തീരദേശത്തെ പരിശോധന വ്യാഴാഴ്ച രാത്രി വരെ നീണ്ടു. അതേസമയം ഇവരുടെ വാഹനവും മറ്റ് സാധനങ്ങളും ആദ്യ ദിനം തന്നെ കടൽത്തീരത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. പോലീസ് എയർ സപ്പോർട്ട് യൂണിറ്റ് ഈഗിൾ ഓക്ലൻഡിൽ നിന്നെത്തി തെരച്ചിൽ സംഘത്തോടൊപ്പം ചേർന്നു. വ്യോമ പരിശോധനയ്ക്കൊപ്പം തീരക്കടലിൽ തെരച്ചിലിനായി തീരസേനയെയും നിയോഗിച്ചു. തായ്ഹാരരു ബേക്കിനും അവഹോവ ബേക്കിനും ഇടയിലും മെഗ്രിഗോഴ്സ് ബേക്കിന് വടക്കുള്ള പ്രദേശത്തും സംഘം വ്യാപക തെരച്ചിൽ നടത്തി. കരയിൽ നിന്ന് വളരെ ദൂരെ ദ ഗ്യാപ്പിലാണ് അവർ അവസാനമായി പോയത് എന്നതാണ് പോലീസ് ഭാഷ്യം. ഇവരെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചാൽ അറിയിക്കാനും പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇരുവരുടെയും കുടുംബത്തിന് സഹായ സഹകരണങ്ങളുമായി ഫാങ്കരി മലയാളി അസോസിയേഷനും രംഗത്തുണ്ട്. പോലീസും കോസ്റ്റ് ഗാർഡും റെസ്ക്യൂ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമും കൂടെ സംയുക്തമായ തിരച്ചിൽ തുടരുന്നു. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇവിടെ ഫാമിലി ഉണ്ട്. ഫാമിലിയായിട്ട് മലയാളി അസോസിയേഷൻ അവർക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു അപ്ഡേറ്റ്. മരിച്ച ശരത്തിന് ഭാര്യയും 5 വയസ്സുമുള്ള കുട്ടിയുമാണുള്ളത്. ഫൈസലിന്റെ കുഞ്ഞിന് 4 മാസം മാത്രമാണ് പ്രായം. ആരോഗ്യ മേഖലയിലാണ് ഇരുവരുടെയും കുടുംബം ജോലി ചെയ്യുന്നത്. അപകടകരമായ സാഹസിക വിനോദമാണ് റോക്ക് ഫിഷിംഗ്. കടലിനോട് ചേർന്ന് കുത്തനെയുള്ള പാറക്കെട്ടുകളിലും ഇടുക്കുകളിലും നിന്ന് മീൻ പിടിക്കുന്ന വിനോദം. ഓഷ്യൻ ന്യൂസ്, ന്യൂസിലാൻഡ്.